വോട്ടെടുപ്പിന് 3 നാൾ ശേഷിക്കെ വിജയമുറപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് തമിഴ്നാട്ടിലെ CPIM സ്ഥാനാർത്ഥികൾ. DMKയുടെ നേതൃത്വത്തിലുള്ള മതനിരപേക്ഷ പുരോഗമന മുന്നണിയുടെ ഭാഗമായാണ് CPIM മത്സരിക്കുന്നത്. മധുരയിൽ സിറ്റിംഗ് MP സു വെങ്കിടേശനും ദിണ്ടിഗലിൽ ജില്ലാ സെക്രട്ടറി R സച്ചിദാനന്ദത്തിനും പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ലഭിക്കുന്ന ആവേശോജ്വലമായ വരവേൽപ്പ് വർദ്ധിച്ച ജനപിന്തുണയുടെ തെളിവാണ്. 2019 കന്നി അംഗത്തിൽ 1.39 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് അയച്ച ജനങ്ങളെ നിരാശരാക്കിയില്ലെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് സു വെങ്കിടേശൻ രണ്ടാം മത്സരത്തിന് ഇറങ്ങിയത്. മധുരയുടെ 600 വർഷത്തെ ചരിത്രം പറഞ്ഞ കാവൽക്കോട്ടത്തിന്റെ എഴുത്തുകാരൻ, മണ്ഡലത്തിലെ ഓരോ കുടുംബത്തിനും വേണ്ടപ്പെട്ടവൻ. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ അദ്ദേഹം മധുരയുടെയും തമിഴ്നാടിൻ്റെ ആകെയും പ്രശ്നങ്ങൾ ഉയർത്തി ലോക്സഭയിൽ നടത്തിയ പോരാട്ടങ്ങൾ നാടിനറിയാം. കാർഷിക വ്യാവസായിക മേഖലയുടെ മിശ്രണമായ ദിണ്ടിഗലിൽ ഭൂരിപക്ഷമായ തൊഴിലാളികളാണ് സച്ചിദാനന്ദത്തിൻ്റെ ശക്തി കേന്ദ്രം. തോട്ടം മേഖലയിലും ചെറുകിട വൻകിട സ്പിന്നിംഗ് മില്ലുകളിലും തൊഴിലെടുക്കുന്നവരെ സംഘടിപ്പിച്ച പതിറ്റാണ്ടുകളുടെ പരിചയമുണ്ട്. ചെറുകിട മേഖലയിലെ കൈത്തറി യൂണിറ്റുകളെയും നിലക്കോട്ട നിയമസഭാ മണ്ഡലത്തിലെ പേരുകേട്ട മുല്ലപ്പൂ കൃഷിയെയും സഹകരണ മേഖലയുടെ ശക്തിക്കു കീഴിൽ കൊണ്ടുവരുമെന്നത് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് സച്ചിദാനന്ദം മുന്നോട്ട് വയ്ക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ DMKയുടെ P. വേലുസ്വാമി ജയിച്ച മണ്ഡലത്തിൽ സച്ചിദാനന്ദത്തിന്റെ വിജയം അനായാസമാകുമെന്ന് ഉറപ്പ്. ആദ്യഘട്ടത്തിൽ 19-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പ്രചാരണം ബുധനാഴ്ച അവസാനിക്കും.